ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ദേവൻ ഓഫീസിലേക്ക് വരുന്നത് കണ്ട് അഞ്ജലിക്ക് ചെറിയ ദേഷ്യം തോന്നി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞെങ്കിലും ദേവൻ ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലി എഴുന്നേറ്റ് ദേവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അവൾ ദേവൻ്റെ മുന്നിലുള്ള ചെയറിൽ ഇരുന്നതിന് ശേഷം ദേവനോട് ചോദിച്ചു. ദേവൻ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം ഓഫീസിലേക്ക് വന്നതേയില്ല. എനിക്ക് മറ്റ് ചില തിരക്കുകളുണ്ടായിരുന്നു അഞ്ജലി, ദേവൻ പറഞ്ഞു. ദേവൻ ടൂറ് പോയിരിക്കുകയായിരുന്നല്ലേ? അഞ്ജലി ചോദിച്ചു. ദേവൻ അഞ്ജലിയെ സംശയത്തോടെ നോക്കി. ദേവൻ ടൂറ് പോയിരിക്കുകയാണെന്ന് നാൻസിക്ക് മാത്രം മെസ്സേജ് അയച്ചു അല്ലേ? ഞാനും ദേവൻ്റെ ഫ്രണ്ടല്ലേ, എന്തുകൊണ്ടാ എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നത്? അഞ്ജലി ചോദിച്ചു. ദേവൻ രവിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. രവി ഒന്ന് പുഞ്ചിരിച്ച ശേഷം തല താഴ്ത്തി നിന്നു. അഞ്ജലി, ഞാൻ ആർക്കും എന്ന് ദേവൻ പറഞ്ഞപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു. ഞാൻ കണ്ടു ദേവൻ, നാൻസിയുടെ ഫോണിൽ ദേവൻ്റെ മെസ്സേജ്. ദേവൻ നാൻസിക്ക് മെസ്സേജ് അയച്ചതിലല്ല എനിക്ക് വിഷമം. നാൻസി അതെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തീരെ ചെറുതായതുപോലെ തോന്നി. നോക്കഞ്ജലി എന്ന് ദേവൻ പറഞ്ഞപ്പോഴേക്കും ഇടയിൽ കയറി രവി പറഞ്ഞു. ഞാൻ സാറിനോട് അപ്പോഴേ പറഞ്ഞതാ മെസ്സേജ് അയക്കണ്ട, അഞ്ജലി മാഡത്തിന് അത് വിഷമാവുമെന്ന്. അതൊന്നുമില്ല, അഞ്ജലി നല്ല ബോൾഡാണ് എന്നൊക്കെയാ സാറ് പറഞ്ഞത്, രവി പറഞ്ഞു. ശരിയാ, ഞാൻ നാൻസിയേക്കാൾ കുറച്ച് കൂടുതൽ ബോൾഡ് തന്നെയാ. എങ്കിലും ദേവൻ്റെ ആ പ്രവൃത്തി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു, അഞ്ജലി പറഞ്ഞു. ദേവൻ വീണ്ടും രവിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. അഞ്ജലി, നിനക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ സോറി. ഇനി അങ്ങനെ ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അഞ്ജലി ഇപ്പോൾ പോയിക്കോളൂ, എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ശരി ദേവൻ എന്ന് പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോയി. അഞ്ജലി പോയതും ദേവൻ അവൻ്റെ സീറ്റിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് രവിയുടെ നേരെ ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് ചോദിച്ചു. എന്തിനാടാ നീ മെസ്സേജ് അയച്ചത്? ദേവൻ്റെ വരവ് കണ്ട് രവി വല്ലാതെ പേടിച്ചു പോയി. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയാം, എന്നെ വിട് എന്ന് പറഞ്ഞ് ദേവൻ്റെ കയ്യിൽ പിടിച്ച് രവി പറഞ്ഞു. അന്ന് നമ്മളില്ലാതിരുന്ന ദിവസം ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ കിരണിനെ വിളിച്ചിരുന്നു. അന്ന് ഈ അഞ്ജലി ദീപചേച്ചിയോട് മോശമായി സംസാരിച്ചുവെന്നാ അവൻ പറഞ്ഞത്. അത് കേട്ട് ദേവൻ രവിയുടെ കോളറിൽ നിന്ന് പിടുത്തം വിട്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ എന്താ പറഞ്ഞത്? അത് സാർ അറിയണ്ട. സാറിന് വല്ലാതെ ദേഷ്യം വരും. ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. അവരുടെ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവർ രണ്ടാളും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ടാ ഈ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളെ അവർ ഭരിക്കുന്നത്. രണ്ടും രണ്ടായാൽ പിന്നെ അവർ തമ്മിൽ അടി നടന്നോളും. മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ജോലിയും ചെയ്യാം. അത് കേട്ട് ദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? രവി ചോദിച്ചു. എടാ, സാധാരണ ഇത്ര ഏഷണിയും കുത്തിത്തിരിപ്പും എല്ലാം പെണ്ണുങ്ങളാ ചെയ്യാറ്. നീയും അവരെ പോലെ ആയല്ലോടാ എന്ന് ചോദിച്ച് ദേവൻ അവൻ്റെ സീറ്റിൽ പോയിരുന്നു. ഞാനിതെല്ലാം സാറിനും സാറിൻ്റെ കുടുംബത്തിനും വേണ്ടിയാ ചെയ്യുന്നതെന്ന് ഓർക്കണം, രവി പറഞ്ഞു. എനിക്ക് എവിടെയാടാ കുടുംബം? ദേവൻ ചോദിച്ചു. അത് സാറ് പറയരുത്. രാമേട്ടനെ അച്ഛനെ പോലെ കാണുന്നതെന്ന് സാറ് പറയാറില്ലേ? എന്നെ അനിയനെ പോലെ കാണുന്നതെന്നും പറയാറില്ലേ? പിന്നെ അമ്മ എന്ന് രവി പറഞ്ഞതും ദേവൻ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. ദേവൻ്റെ ആ നോട്ടത്തിൽ രവി ഒന്ന് പതറി. വേണ്ട, അമ്മ വേണ്ട. അമ്മ ഇല്ലെങ്കിലെന്താ, അച്ഛനും മക്കൾക്കും ജീവിച്ചൂടെ? അതും ഒരു കുടുംബം തന്നെയല്ലേ. ഇനി ഇതേപോലെ തന്നെ ഒരു ഭാര്യ കൂടെ ആയാൽ എന്ന് രവി പറഞ്ഞതും ദേവൻ ടേബിളിന് മുകളിലുണ്ടായിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് പറഞ്ഞു. ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ എറിഞ്ഞു നിന്റെ തല പൊട്ടിക്കും ഞാൻ. അത് കേട്ട് രവി പേടിച്ചു പോയി. അയ്യോ എറിയല്ലേ സാറേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ അപർണ വന്ന് ഗൗരിയോട് പറഞ്ഞു. ഗൗരിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അത് രാമകൃഷ്ണനായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും. ഇവിടെ എല്ലാവരും അറിയും എന്ന് ചിന്തിച്ച് അവൾ എഴുന്നേറ്റ് റിസപ്ഷനിലേക്ക് ചെന്നു. അവിടെ രാമകൃഷ്ണനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഗൗരി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗരി അടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു. ഗൗരിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാ വന്നത്. ഫോൺ വിളിച്ചാലും എന്നോട് സംസാരിക്കാറില്ലല്ലോ. ഇന്ന് കാവേരി മോളുടെ പിറന്നാളാണ്. ഗൗരിക്ക് സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നതാ. അവരുടെ പുതിയ അമ്മയെ കാണാൻ അവരും കൂടി വരാന്ന് പറഞ്ഞതാ. അത് വേണ്ട, അച്ഛൻ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ വന്നു. എനിക്ക് ഗൗരിയെ തനിച്ച് കാണാനാ ആഗ്രഹം എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ ബാഗിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ഗൗരിക്ക് നേരെ നീട്ടി.
നാണല്ലേ നിങ്ങൾക്ക് ഇത്ര പ്രായമായിട്ട് ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടാൻ? ഗൗരി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാൻ വരുന്നതിന് നാണിക്കുന്നതെന്തിനാ? രാമകൃഷ്ണൻ ചോദിച്ചു. എന്നെ കെട്ടാന്ന് മോഹിച്ച് സ്വപ്നം കണ്ട് നടക്കണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടല്ല. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുകയില്ല, ഗൗരി പറഞ്ഞു. ഈ രാമകൃഷ്ണൻ ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. ഇപ്പം തന്നെ നിനക്ക് വേണ്ടി ലക്ഷങ്ങൾ ഞാൻ ചെലവാക്കി കഴിഞ്ഞു. ഇന്നും എൻ്റെ അമ്മായിയച്ഛനെ കാണാൻ ഞാൻ പോകുന്നുണ്ട്. ഗൗരിക്കും വീട്ടുകാർക്കും നിറയെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട ആരാ ഇങ്ങനെ ഒരു മരുമകനെ വേണ്ടാന്ന് വയ്ക്കുക? രാമകൃഷ്ണൻ ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഈ വിവാഹം നടക്കാൻ പോണില്ല. നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളയാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. മേലാൽ എന്നെ കാണാനാണെന്നും പറഞ്ഞ് ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ ശ്രമിച്ചതും രാമകൃഷ്ണൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവിടെ നിർത്തി. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് വിട് എന്ന് പറഞ്ഞ് ഗൗരി അയാളുടെ പിടി വിടിയിക്കാൻ ശ്രമിച്ചു. എങ്കിലും അയാൾ ബലത്തിൽ പിടിച്ച് അവളെ വേദനിപ്പിച്ചുകൊണ്ട് നിന്നു. എടി, രാമകൃഷ്ണൻ ഒരു പൊട്ടനാണെന്ന് നീ കരുതണ്ട. ഒന്നും കാണാതെ ഈ രാമകൃഷ്ണൻ കാശിറക്കാറില്ല. ഒരു ഡേറ്റ് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. ആ ദിവസം കല്യാണം നടന്നിരിക്കും, രാമകൃഷ്ണൻ പറഞ്ഞു. അവൾ കൈ വേദനിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ കയ്യിന്ന് വിട് എന്ന് പറഞ്ഞു. ആ സമയത്ത് രാജീവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് വരികയായിരുന്നു. അത് കണ്ട് രാജീവ് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കൈ വിടിയിച്ച് ഗൗരിയെ മാറ്റി നിർത്തി പറഞ്ഞു. ഇത് ഒരു ഓഫീസാണ്. ഇവിടെ വന്ന് ഇത്തരം പോക്കൃത്തരം കാണിച്ചാൽ നിങ്ങൾ പിന്നെ നേരാവണ്ണം എഴുന്നേറ്റ് നടക്കില്ല. എന്നിട്ട് ഗൗരിയോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അപ്പോൾ ഗൗരി അവിടുന്ന് പോയി. നീയാണോ ഇപ്പം അവളുടെ ബോഡി ഗാർഡ്? ഒരുത്തൻ അവളെ പെണ്ണു ചോദിച്ച് വീട്ടിൽ വന്നിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അവൻ നീയാണോ? അവളുടെ പുറകെ നടന്നിട്ടോ പെണ്ണ് ചോദിച്ചു ചെന്നിട്ടോ ഒരു കാര്യമില്ല. അവൾക്ക് വേണ്ടി ഞാൻ കാശ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ ഭാര്യയായതിനു ശേഷം മറ്റൊരാൾക്ക് അവളെ കിട്ടൂ, രാമകൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടതും രാജീവ് അയാളുടെ ചെകിടത്ത് ഒന്ന് പൊട്ടിച്ചു. എന്നിട്ട് കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, തൻ്റെ പ്രായത്തെ നോക്കിയാ ഇത് നേരത്തെ തരാതിരുന്നത്. ഇനി ഒരു വാക്ക് അവളെപ്പറ്റി പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. പുറത്ത് ബഹളം കേട്ട് ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും അവിടേക്ക് വന്നു. ആരാ രാജീവ് ഇത്? ഇയാളെന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ദീപ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, രാജീവ് പറഞ്ഞു. അയാൾ എല്ലാവരോടും തന്നെ കാണാൻ വന്നതാണെന്ന് പറയുമോ എന്ന് പേടിച്ച് ഗൗരി മറഞ്ഞു നിന്നു. ഓഫീസിനുള്ളിൽ നിന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ അയാൾ ഒന്ന് പേടിച്ചു. ആ സമയത്ത് ദേവൻ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് ദേവൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇയാൾ ഇവിടെ വന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ്, സെക്യൂരിറ്റി പറഞ്ഞു. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഇതുപോലെയുള്ളവരെയൊന്നും ഓഫീസിനകത്തേക്ക് കയറ്റരുത്, ദേവൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു. സെക്യൂരിറ്റി അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ആരാ അയാള്? എന്തിനാ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്? ദേവൻ ചോദിച്ചു. അയാള് ഗൗരിയെ കാണാൻ വന്നതാ, അപർണ പറഞ്ഞു. ഗൗരിയെ കാണാൻ വന്ന അയാളുമായി രാജീവിന് എന്താ പ്രശ്നം? നാൻസി ചോദിച്ചു. അത് അവരുടെ എന്തോ ഫാമിലി പ്രോബ്ലം. ഇവിടെ വന്ന് ഗൗരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, രാജീവ് പറഞ്ഞു. ദേവൻ ഗൗരി എവിടെയെന്ന് നോക്കിയപ്പോൾ ചുമരിന് മറവിലായി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ചെന്ന് പറഞ്ഞു, ഫാമിലി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തീർത്തോളണം. ഓഫീസിൽ വന്ന് ആരും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ മുഖം കുനിച്ചു നിന്ന് എന്ന് മൂളി തലയാട്ടി. എല്ലാവരും പോയി ജോലി നോക്ക് എന്ന് ദേവൻ എല്ലാവരോടുമായി പറഞ്ഞ് അവിടുന്ന് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. മറ്റെല്ലാവരും സഹതാപത്തോടുകൂടി ഗൗരിയെ നോക്കിയപ്പോൾ നാൻസിയും അഞ്ജലിയും പരിഹസിച്ച് ചിരിച്ച് അവരുടെ സീറ്റിൽ പോയിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗരിയോട് ദീപ ചോദിച്ചു, ആരാ ഇന്ന് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ ആൾ? ഗൗരി ദീപയോട് എല്ലാ കാര്യവും പറഞ്ഞു. നിന്റെ അച്ഛൻ എന്താ? എത്ര കാശില്ലെങ്കിലും ഇതുപോലൊരാൾക്ക് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുവോ ആരെങ്കിലും? ദീപ ചോദിച്ചു. എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കറിയില്ല ചേച്ചി, ഗൗരി വളരെ സങ്കടത്തോടെ പറഞ്ഞു. നിനക്ക് വേറെ ആരുമില്ലേ? അമ്മാവന്മാരോ ചെറിയച്ഛന്മാരോ അങ്ങനെ? ദീപ ചോദിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെയല്ല വളർന്നത്. എൻ്റെ അമ്മയുടെ വീട്ടിലാ. ഇവിടെ ആരെയും എനിക്കറിയില്ല, ഗൗരി പറഞ്ഞു. നിനക്ക് വേണ്ടി സംസാരിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ നിന്റെ അമ്മയുടെ വീട്ടിൽ ആരുമില്ലേ? ദീപ ചോദിച്ചു. അവിടെയുള്ളവർ എനിക്ക് വേണ്ടി സംസാരിക്കുകയോ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ
എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ഗൗരി, ആളുകൾ ശ്രദ്ധിക്കുന്നു, കരയല്ലേ, ദീപ പറഞ്ഞു. അപ്പോൾ ഗൗരി വേഗം കണ്ണുകൾ തുടച്ചു. അവർക്കുള്ള ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിപ്പോയി.